നമസ്കാരം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ BSNL സ്വകാര്യ ടെലികോം കമ്പനികളുടെ കണ്ണിലെ കരടായി എപ്പോഴും നിലകൊള്ളുകയാണ്. കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് പ്ലാനുകളാണ് BSNLന്റെ ശക്തി. സ്വകാര്യ ടെലികോം കമ്പനികളെ ഏറെ അസ്വസ്ഥമാക്കുന്നതും അതുതന്നെയാണ്. BSNL സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ഏറ്റവും വലിയ ശല്യമായി മാറിയത് 2024 ജൂലൈ മുതൽ ഇങ്ങോട്ടുള്ള മാസങ്ങളിലായിരുന്നു. കാരണം ജൂലൈയിൽ സ്വകാര്യ കമ്പനികൾ റീചാർജ് പ്ലാനുകൾ നിരക്ക് കൂട്ടി. എന്നാൽ BSNL നിരക്ക് കൂട്ടാൻ തയ്യാറായതുമില്ല. അതിന്റെ ഫലമായി BSNL പ്ലാനുകളും സ്വകാര്യ പ്ലാനുകളും തമ്മിലുള്ള നിരക്ക് വ്യത്യാസം വളരെ വലുതായിരുന്നു. സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ BSNL പ്ലാനുകൾ ലഭ്യമാക്കിയതോടെ ഒരു വിഭാഗം ആളുകൾ BSNLിലേക്ക് എത്തി. കണക്ഷൻ മാറ്റുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഈ ട്രെൻഡ് ഏതാണ്ട് 4-5 മാസം കൊണ്ടാണ് അവസാനിച്ചത്. എന്നാൽ വീണ്ടും അതേ അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ടെലികോം കമ്പനികളും ഡാറ്റയില്ലാതെ വോയിസ് SMS ആനുകൂല്യങ്ങൾ മാത്രമടങ്ങുന്ന റീചാർജ് പ്ലാനുകൾ ലഭ്യമാക്കണമെന്ന് ട്രായ് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവ വോയിസ് ഓൺലി പ്ലാനുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ച അത്ര വിലക്കുറവ് ഈ പ്ലാനുകൾക്കില്ല. ജൂലൈയിൽ നടപ്പാക്കിയ നിരക്ക് വർധനയെ ബാധിക്കാത്ത വിധത്തിൽ വോയിസ് ഓൺലി പ്ലാനുകൾ അവതരിപ്പിക്കാൻ സ്വകാര്യ ടെലികോം കമ്പനികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് കോളിംഗ്, SMS എന്നീ ആനുകൂല്യങ്ങൾ മാത്രമായിട്ടും വലിയ വില വ്യത്യാസമില്ലാതെ വോയിസ് ഓൺലി പ്ലാനുകൾ അവതരിപ്പിക്കപ്പെട്ടത്. കൂടാതെ ഈ 3 ടെലികോം കമ്പനികളും ഏറ്റവും കുറഞ്ഞത് 84 ദിവസ വാലിഡിറ്റിയിലാണ് വോയിസ് ഓൺലി പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വാലിഡിറ്റി കൂടുതലായതിനാൽ തന്നെ ഈ വോയിസ് ഓൺലി പ്ലാനുകൾക്ക് കുറഞ്ഞത് 450 രൂപയ്ക്കടുത്ത് വില വരുന്നുണ്ട്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ വോയിസ് ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾ ഈ സ്വകാര്യ ടെലികോം കമ്പനികൾ നൽകുന്നുമില്ല. അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 450 രൂപയ്ക്കടുത്ത് തുക റീചാർജിനായി മുടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ ഈ വോയിസ് പ്ലാനുകൾ സാധാരണക്കാർക്ക് കൈയെത്താ ദൂരത്താണ്. പക്ഷെ ഇവിടെയും BSNL പാവങ്ങളോടൊപ്പം നിൽക്കുകയും സ്വകാര്യ കമ്പനികളുടെ വോയിസ് പ്ലാനുകളെ പൊളിക്കുന്ന വിവിധ പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ട്രായ് ആലോചിക്കും മുമ്പ് തന്നെ BSNL വോയിസ് ഓൺലി പ്ലാനുകൾ നൽകി വരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. 439 രൂപയുടെ BSNL പ്ലാനാണ് അതിന്റെ ഉദാഹരണം. ഇനി പ്രതിമാസ അടിസ്ഥാനത്തിലാണ് വോയിസ് കോളിംഗ് സൗകര്യം വേണ്ടതെങ്കിൽ അതും ചീപ്പ് റേറ്റിൽ BSNL തന്നെ നൽകുന്നുണ്ട്. 99 രൂപയുടെ BSNL പ്ലാൻ അതിനൊരു ഉദാഹരണമാണ്. 99 രൂപയുടെ BSNL പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് 17 ദിവസ വാലിഡിറ്റിയിൽ ലഭ്യമാകുന്നുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഈ പ്ലാനിൽ ഉൾപ്പെടുന്നില്ല. സ്വകാര്യ ടെലികോം കമ്പനികൾ കുറഞ്ഞ വിലയിൽ വോയിസ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ BSNL 100 രൂപയിൽ താഴെ വിലയിൽ പോലും അൺലിമിറ്റഡ് കോളിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ചെറിയ തുകയുടെ റീചാർജ് പ്ലാൻ എന്ന നിലയിൽ ഈ പ്ലാൻ ഈസിയായി ഉപയോക്താക്കൾക്ക് സ്വന്തമാക്കാനാകും.